കത്തിച്ചത് ഞാനല്ലേ? കത്തിച്ചത് അമ്മാവനല്ല, ഞാനാ കത്തിച്ചത്. സത്യം അതല്ല കേട്ടോ. പക്ഷെ അതെ, നീ കത്തിച്ചു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും നിന്നെ ചീത്ത പറയുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ തടയാം, അത്രേ ഉള്ളൂ. കത്തിച്ചത് നീയാണേ? ആ ഞാനാണ്. വന്ന് പറഞ്ഞാ മതി. വാ, ഞാൻ വരണം. അമ്മാവാ. കനക, ഒരു തെറ്റ് പറ്റി. ഏട്ടാ, അമ്മാവനൊരു തെറ്റ് പറ്റി. അമ്മാവനെ എടുത്ത് കത്തിച്ചത്. സത്യം. അകത്തിപ്പ എന്നോട് എല്ലാം സമ്മതിച്ച് അല്ലേ? ഇപ്പം അതെ, അമ്മാവന് ഏട്ടനോട് പറയാൻ പേടിയാണെന്ന് എന്നെ വിളിച്ചോണ്ട് വന്നതാ. ഞാൻ അമ്മാവൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഈ വീട്ടിനകത്തിരുന്ന സാധനം എടുത്തോണ്ട് കത്തിക്കേണ്ട വല്ല കാര്യം അമ്മാവൻ പറഞ്ഞ അവള് കത്തിച്ചെന്ന്, അവള് പറഞ്ഞ അമ്മാവൻ കത്തിച്ചെന്ന്. എന്തായാലും കത്തി സമാനായല്ലോ. ഇത് ആർക്ക് വേണ്ടിയാടി? ഞാൻ നാളെ ചത്തുവായ നിനക്കാ? അവൻ ഇത്രയും കിടന്ന് അധ്വാനിക്കണേന് ഒരു വിലയും നിങ്ങൾ കാണിക്കണില്ല. ഇത് ആർക്ക് വേണ്ടിയാണ്? ഏട്ടാ, എന്റെ ഇരുന്ന പേപ്പർ എല്ലാം കൂടെ പിടിച്ച് വലിച്ചിട്ട് കത്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മാവനാണ് കത്തിച്ചത്. അല്ല, അങ്ങനെ ആവശ്യമുള്ള പേപ്പറാന്ന് നിനക്ക് അറിയാമായിരുന്നെങ്കിൽ അത് കൊടുക്കേണ്ട. നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചേച്ചി. അപ്പൊ പിന്നെ ഇതെല്ലാം കൂടെ ഇനി അങ്ങോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ അമ്മാവന് കാര്യബോധമുള്ള ആളല്ലേ? എന്തെല്ലാം ഓഫീസിൽ കയറിയുള്ള ആളാണ്. അങ്ങനൊരു ബോണ്ട് കണ്ട് അറിഞ്ഞൂടെ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഇവർക്കൊക്കെ സൗകര്യങ്ങൾ കൂടുതൽ കൊടുത്തുപോയി. ഇപ്പൊ എന്താ, ഇപ്പൊ വേറെ മതിമറന്ന് നടക്കാണ്. തീയൊന്നും അല്ല പ്രശ്നം, കത്തിക്കലും അല്ല പ്രശ്നം. ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ. നീ ഒരു കാര്യം ചെയ്യ്, കുറെ കൂടി ഇവക്ക് അങ്ങ് മേടിച്ചു കൊടുക്ക്. ചേച്ചി, അവസരം മുതലെടുക്കരുതേ. ചെല്ലി പോ. ഇതെന്താ അവസരം മുതലെടുക്കുന്നത്? നീ എന്റെ വീട്ടിലൊന്ന് വന്ന് നോക്കിയേ. പണ്ടത്തെ 10 കൊല്ലം മുമ്പുള്ള ഇലക്ട്രിസിറ്റി ബില്ല് പോലും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വേസ്റ്റ് കൂമ്പാരമാണ് ആ വീട്. അത് ആ വീട് ഉൾപ്പെടെ കത്തിക്കേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ടാ തീർന്നല്ലോ, എല്ലാവർക്കും സമാധാനം. ഒരു കാര്യമില്ല. ഇനിയെങ്കിലും ഇത് നിനക്കൊരു പാടായിരിക്കണം. വല്ല ആധാരം വല്ല അവളുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്കിലും മേടിച്ചു പിടിക്കും. അല്ലെങ്കിൽ അതും വിറ്റ് അവള് വല്ല TV, ഫ്രിഡ്ജൊക്കെ മേടിക്കും. എന്റെ ഈശ്വര, പിന്നെ ഒളിച്ചോടിയിട്ടുന്ന ഒരു കാര്യമില്ല. നീ എന്ത് ചെയ്യും? അമ്മാവനും മിണ്ടരുത്. അമ്മാവൻ കണക്കാ. ഒരാൾ എത്ര നാളത്തെ അധ്വാനാണത്. അങ്ങനെ അവള് കത്തി ഞാനല്ല. ഞാനതാ പറഞ്ഞത്. അമ്മാവന് കാര്യബോധമുള്ള ആളാണ്. എല്ലാ കണ്ടമാനം ഓഫീസിൽ കയറുന്ന ആളല്ലേ? അപ്പൊ ഒരു ഡോക്യുമെന്റ് അറിഞ്ഞൂടെ? എടാ, അമ്മാവൻ നോക്കുമ്പോ എന്താ, മണ്ണില് 4 കില കളച്ചിട്ടുണ്ടെങ്കിൽ അമ്മാവൻ ഇത് വരും. നീ ഉറക്കോളച്ച് നിക്കണതാണോ? അത് അതിന്ന് ഉണ്ടാക്കിയ എന്റെ ദൈവമേ, ചങ്കില ആദ്യമായിട്ട് പാടില്ല. ചേച്ചി, നിങ്ങളെല്ലാവരും പറഞ്ഞിട്ട് ഞാനത് കത്തിച്ചു എന്നല്ലേ? സംക്രാന്തിയായിട്ട് തറവാട്ടിലെല്ലാം വൃത്തിയാക്കണ ഒരു നല്ല കാര്യത്തിന് കൂടിയാണ് എനിക്കിത് കിട്ടണം. ഞാൻ പോവാ. നീ അവിടെ ഇരിക്കേ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാ മതി. കിട്ടി. ചേച്ചി ആധാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ആധാരത്തിന്റെ അകത്ത് വെച്ചിരിക്കുവായിരുന്നു. ഏട്ടനാട്ടോ തെറ്റിപ്പോയത്. ഏട്ടൻ അന്ന് എന്റെ കൊണ്ടുപോകാൻ തന്നില്ലേ? അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ അലമാരിയിലല്ല കൊണ്ടുവച്ചത്. ആധാരം ഇരിക്കുന്ന സൂട്ട് കേസ് ഇല്ലേ, അതിന്റെ അകത്താ വെച്ചത്. കിട്ടിയ അമ്മാവാ. അപ്പൊ ഞാൻ കത്തിച്ചതോ? അത് പിന്നെ മാസം വരുന്ന സ്ലിപ്പ് ഇല്ലേ, അതാ കത്തിച്ചത്. അത് വേണ്ടല്ലോ. അത് വേണ്ടല്ലേ? അത് ഫോണിൽ വരത്തില്ലേ? വേണ്ടത് കത്തിച്ചില്ല, അതാ കത്തിച്ചില്ലേ? നീ എന്നെ സൂക്ഷിച്ചത് കിട്ടിട്ടാ. കിട്ടി. എടാ, ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോണ്ടേ? ഒരു LED TV വാങ്ങിക്കണം. പിന്നെ വാഷിംഗ് മെഷീൻ മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് മുമ്പ് വരെ അങ്ങനെ ഒരു പ്ലാൻ കൂടെ ആയി. ഒരു വാഷിംഗ് മെഷീൻ കൂടെ വാങ്ങിക്കാം. ചേച്ചി എന്നാ ചെല്ല്. TV വേണോ? അല്ല, ഈ പഴയ TV വേണോ എടുത്തോ, ഞങ്ങള് പുതിയ TV വാങ്ങിക്കുക. പോട്ടെ, പോയില്ലായിരുന്നു. പോവാ.